നമസ്കാരം. കാഞ്ഞിരപ്പള്ളി നേനാർപ്പള്ളി സെൻട്രൽ ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. യോഗത്തിൽ സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് ശ്രീ PM അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. അർഷദ് മൗലവി, അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി അൻസാരി വാവേര്, ട്രഷറർ, മറ്റ് കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്തിൻ്റെ പരിപാലന സമിതികളെ, നമ്മുടെ ബഹുമാനായ പേട്ട ഗവൺമെൻറ് സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റേഴ്സ് ഉണ്ട്, പുതുതായിട്ട് വന്നാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, വളരെ സന്തോഷത്തോടും അതിലുപരി ആത്മാഭിമാനത്തോടെ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇടയിൽ നമ്മുടെ കുട്ടികൾ വളരെ നല്ല നിലയിൽ ഫുൾ A+ SSLCക്കും അതുപോലെ തന്നെ +1-ലും പിന്നെ ഹാഫിദ് ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളുടെയും 3-4 കുട്ടികളുള്ള എങ്കിലും അതുപോലെ തന്നെ മദ്രസ അധ്യാപനത്തിൽ 10ാം ക്ലാസ്സിൽ ഹയർ നല്ല മാർക്ക്, ഏറ്റവും ഫസ്റ്റ് മാർക്ക് മേടിച്ച കുട്ടികളെ ആദരിക്കുക എന്ന ചടങ്ങാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. യോഗം കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി K. ബേബി ഉദ്ഘാടനം ചെയ്തു. ഇപ്പെല്ലാം പീസ് മീലുകളാണ്. ഏത് വിഷയത്തിലാണ് പഠിക്കുന്നത് അതിൻ്റെ ഉപരിപ്ലവമായ കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളതല്ലാതെ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി. ഒരു പഴയകാല വിദ്യാഭ്യാസം അങ്ങനെ ആയിരുന്നില്ല. പഴയകാല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസത്തിൽ ഒരു സമഗ്രമായ അറിവുണ്ടായിരുന്നു, ഒരു ലോക വീക്ഷണം ഉണ്ടായിരുന്നു, ഒരു മൂല്യബോധവും ഉണ്ടായിരുന്നു. അതായിരുന്നു പഴയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പരിശീലിച്ച്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന തലമുറ പരിശീലിച്ച് കടന്നു വന്നത് അങ്ങനൊരു വിദ്യാഭ്യാസമായിരുന്നു. യോഗത്തിൽ നേനാർപ്പള്ളി സെൻട്രൽ ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് ഡോക്ടർ അർഷദ് ഫലാഹി ബാഖബി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കുന്ന ഈ ഒരു സദസ്സ് എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സദസ്സാണ്. ഇവിടെ നമ്മൾ ആദരിക്കപ്പെടുന്ന കുട്ടികൾ സത്യത്തിൽ അവരുടെ ദിഷണയെ, അവരുടെ ബുദ്ധിശക്തിയാണ് നമ്മൾ ആദരിക്കുന്നത്. അത് സമൂഹത്തിന് ഒരുപാട് ആവശ്യമുണ്ട് എന്ന് ഈ സമൂഹം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ കുട്ടികൾ ഇവിടെ വിളിച്ച് ആദരിക്കുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് 500 പേർക്കൊരു ഡോക്ടർ വേണമെന്നാണ് കണക്ക്. 500 പേർക്കൊരു ഡോക്ടർ വേണമെന്നാണ് കണക്ക്. ഇപ്പോൾ മെഡിസിനും എൻജിനീയറിംഗ് ഒക്കെ അതിനൊക്കെ വലിയ തള്ളിക്കയറുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു, നമുക്കറിയാം. അപ്പം അതിലും ഗ്ലാമറായ ഒരുപാട് പ്രൊഫഷൻസ് വേറെ ഉണ്ട്. ഇപ്പം എല്ലാവരും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അത് നടക്കില്ല. 500 പേർക്കൊരു ഡോക്ടർ എന്നുള്ളതാണ് WHO കണക്ക്. പക്ഷെ ഇന്നിപ്പോൾ അത് 200 പേർക്കും 250 പേർക്കും ഓരോ ഡോക്ടർ എന്ന കണക്കിൽ ആയിക്കഴിഞ്ഞു. പറഞ്ഞാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കാഞ്ഞിരപ്പള്ളി DYSP ശ്രീ വിശാൽ ജോൺസൺ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. യോഗത്തിൽ SSLC +2 ഉന്നത വിജയികളെ പുരസ്കാരം നൽകി ആദരിച്ചു. Del ser, quiero puedas ver que salimos del suelo y abrimos el mirar
al fuego en nuestra mano. El fuego habló en lenguas, el tambor fue el sol. Bailamos en aliento, con silencio en el pulmón y el tiempo.